പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നെടുക്കുന്നത് KTU സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. ആദ്യം നിങ്ങളുടെ ഈ പേപ്പറിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫായിട്ട് നമുക്കൊന്ന് പറയാം. പേപ്പറിൻ്റെ പേര് MAT 102. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് MAT 101 ആയിരുന്നു. ഈ ഒരു പേപ്പറിൻ്റെ പേര് MAT, ദാറ്റ് ഈസ് മാത്ത് 102, വെക്റ്റർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം. 3 ടോപ്പിക്കാണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് വെക്റ്റർ കാൽക്കുലസ്. ഈ ഒരു ടോപ്പിക്ക് ഫസ്റ്റ് 2 ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ വെക്റ്റർ ഇന്റഗ്രൽ തിയറംസ്. ദാറ്റ് ഈസ് വെക്റ്റർ കാൽക്കുലസ്. നമ്മളുടെ ഈ പേപ്പറിന്റെ പേരിൽ തന്നെയുണ്ട് 3 ടോപ്പിക്ക്. ദാറ്റ് ഈസ് വെക്റ്റർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം. ഫസ്റ്റ് 2 ചാപ്റ്റർ വെക്റ്ററുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് വെക്റ്റർ കാൽക്കുലസ്. സെക്കൻഡ് ടോപ്പിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നെക്സ്റ്റ് മൂന്നാമത്തെ ടോപ്പിക്ക് ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് 4th-ഉം 5th-ഉം ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ഫിഫ്ത്ത് ടോപ്പിക്ക് 5th ചാപ്റ്റർ ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഈ ഒരു 5 ചാപ്റ്റർ ആണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 2 ചാപ്റ്റർ അബൌട്ട് വെക്റ്റർ, തേർഡ് ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ തന്നെ ലാസ്റ്റ് 2 ചാപ്റ്റർ ട്രാൻസ്ഫോം. ഇതിലെ ലാസ്റ്റ് ഈ ടോപ്പിക്കിന് ദാറ്റ് ഈസ് ട്രാൻസ്ഫോം എന്ന ടോപ്പിക്കിൽ ദാറ്റ് ഈസ് 5th മൊഡ്യൂളും 4th മൊഡ്യൂളും എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ വരാറ്. ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഡയറക്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് 2 ചാപ്റ്റർ കണക്റ്റഡ് ആണ്, അഥവാ ഒന്നാമത്തെ ചാപ്റ്റർ അതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് വെക്റ്റർ ഇന്റഗ്രൽ. തേർഡ് ചാപ്റ്റർ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം എന്നുള്ളത്. എല്ലാ മൊഡ്യൂളിനും 20 മാർക്കാണ്. ദാറ്റ് ഈസ് ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്കിനായിരിക്കും എക്സ്റ്റേണൽ ആയിട്ട് ചോദിക്കുക. ദാറ്റ് ഈസ് ഓരോ മൊഡ്യൂളിനും 20 മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാ ദിവസവും ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നിട്ടുള്ള മെറ്റീരിയലിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ പ്രിന്റഡ് നോട്ട് നോക്കിയിട്ട് കംപ്ലീറ്റ് പഠിക്കാം. നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയലിന്റെ പ്രിന്റഡ് നോട്ടിന്റെ ലാസ്റ്റ് ഭാഗത്ത് ദാറ്റ് ഈസ് ഏറ്റവും ലാസ്റ്റ് ഇതുവരെയുള്ള ഏകദേശം 300-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ആ 300-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എല്ലാ എക്സാമിനും ഏകദേശം 80 അല്ലെങ്കിൽ 90% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് വെക്റ്റർ കാൽക്കുലസിലെ ഫസ്റ്റ് ടോപ്പിക്. നിങ്ങൾക്ക് ഈ ഹെഡിങ് നോക്കിയാൽ മനസ്സിലാവും. ഈ പേപ്പറിന്റെ പേര് വെക്റ്റർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം. ഇതിലെ വെക്റ്റർ കാൽക്കുലസ് ആണ് ഫസ്റ്റ് 2 ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1
calculus of vector function. ഈ ഒരു ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ പാരാമെട്രിക് ഇക്വേഷൻ. രണ്ടാമത്തേത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് ഒരു കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ? നമുക്ക് ഒരുപാട് കർവ് അറിയാം. സ്പേസിൽ കർവ് അറിയാം, അതുപോലെ തന്നെ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന കർവ് അറിയാം അല്ലേ? വീണ്ടും പറയാണ്, മാത്തമാറ്റിക്സ് ഒന്നും അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ, ഒരു കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു കർവ് എന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരുപാട് കർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ 3 ഡയമെൻഷനിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കർവ്സ് ഉണ്ട് അല്ലേ? 2 ഡയമെൻഷനിൽ, ദാറ്റ് ഈസ് പ്ലെയിൻ, 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ, ദാറ്റ് ഈസ് പ്ലെയിനിൽ വരയ്ക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കർവാണ് y ഈക്വൽ ടു എക്സ് അല്ലേ? ഒരു സ്ട്രൈറ്റ് ലൈൻ, ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വൈയും എക്സും ഈക്വൽ ആവുന്ന എല്ലാ പോയിന്റ്, ദാറ്റ് ഈസ് 0 0 ഈ ഒരു പോയിന്റ് വരും. അതുപോലെ തന്നെ 1 1 എന്നൊരു പോയിന്റ് വരും, 2 2 എന്നൊരു പോയിന്റ് വരും, 3 3 എന്നൊരു പോയിന്റ് വരും. ഇങ്ങനെ 1.5 1.5 എല്ലാ പോയിന്റ്സും യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ലൈനാണ് y ഈക്വൽ ടു എക്സ് എന്ന കർവ് അല്ലേ? ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് എന്നത് ഒരു കർവാണ്. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. Next, that is first example, second example, next third example, y equal to x cube, y equal to x cube, y equal to x cube. ഇങ്ങനെ ബോർഡിൽ വരയ്ക്കാൻ പറ്റുന്ന കർവ് ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒന്നാമത്തെ ഇക്വേഷൻ y ഉണ്ട്, അതുപോലെ തന്നെ x ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഉണ്ട്. ഈ ഫംഗ്ഷനെയും അതുപോലെ തന്നെ വേരിയബിളിനെയും ഒരു സിംഗിൾ പാരാമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആ ഇക്വേഷനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്ലെയിനിൽ വരയ്ക്കുന്ന ഏതൊരു കർവ് എടുത്തു കഴിഞ്ഞാലും അതിൽ y എന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, x എന്ന ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ഡയമെൻഷനിൽ ഉള്ള ഒരു കർവിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. എങ്ങനെയാണ് മാറ്റി എഴുതാം? ദാറ്റ് ഈസ് y ഈക്വൽ ടു x ആണെങ്കിൽ x-ന് നിങ്ങൾ എപ്പോഴും t എന്ന പാരാമീറ്റർ കൊടുക്കുക. ദാറ്റ് ഈസ് x ഓഫ് t. പാരാമെട്രിക് ഇക്വേഷൻ പറയുമ്പോൾ x-നെ സം ഫംഗ്ഷൻ ഓഫ് t യിലേക്ക് മാറ്റി എഴുതും, അതുപോലെ തന്നെ y-നെയും സം t യിലേക്ക് സിംഗിൾ പാരാമീറ്ററിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ടിയുടെ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ഫംഗ്ഷനും ഇൻ ടേംസ് ഓഫ് t യിലേക്കാണ് മാറ്റി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് t എന്ന നൊട്ടേഷൻ തന്നെ ഫോളോ ചെയ്യാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു x. ഈ കർവിന്റെ ഈ ഇക്വേഷന്റെ ഈ ലൈൻ ഇക്വേഷന്റെ പാരാമെട്രിക് ഇക്വേഷൻ x-നെ നിങ്ങൾ എന്ത് ചെയ്യുക? t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് x ഓഫ് t. x ആണെന്ത്? x ഓഫ് t. x-നെ സം ഫംഗ്ഷൻ ഓഫ് t യിലേക്ക് മാറ്റി എഴുതി, അതാണ് നമ്മൾ x ഓഫ് t എന്ന് എഴുതുന്നത്. x ഓഫ് t ഈക്വൽ ടു t എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ y എന്താണ്? y ഈക്വൽ ടു x ആണ്. ദാറ്റ് ഈസ് x t ആണെങ്കിൽ y-യും എന്താണ്? t. Therefore ഈ ലൈനിന്റെ y ഈക്വൽ ടു x എന്ന ലൈനിന്റെ അല്ലെങ്കിൽ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഓഫ് t ഈക്വൽ ടു t, y ഓഫ് t ഈക്വൽ ടു t. ഓക്കെ, ദാറ്റ് ഈസ് y ഈക്വൽ ടു x എന്ന കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഓഫ് t ഈക്വൽ ടു t, y ഓഫ് t ഈക്വൽ ടു t. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? y ഈക്വൽ ടു x സ്ക്വയർ, y ഈക്വൽ ടു x സ്ക്വയർ. ദാറ്റ് ഈസ് പ്ലെയിനിൽ വരയ്ക്കുന്ന കർവ് ആണെങ്കിൽ എന്താണോ വേരിയബിൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? t എന്ന് കൊടുക്കാം.
that is വീണ്ടും ഇവിടെയും എന്ത് ചെയ്യാം x of t, that is x equal to, that is x of t equal to t എന്ന് കൊടുക്കാം. then y of t എന്താണ്? കാരണം x ന് നമ്മൾ t കൊടുത്തിട്ടുണ്ടെങ്കിൽ y എന്തായിരിക്കും? t സ്ക്വയർ ആയിരിക്കും. that is y of t എന്തായി? t സ്ക്വയർ ആയി. okay, therefore y equal to x square എന്ന കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x of t equal to t, y of t equal to t square. ഇനി മൂന്നാമത്തേത് തേർഡ് y equal to x cube, y equal to x cube, that is ഇവിടെയും y എന്നുള്ളത് ഫംഗ്ഷനും x എന്നുള്ളത് വേരിയബിൾ ആയിരുന്നു. that is x നെ വീണ്ടും എന്ത് ചെയ്യാം? x of t equal to t എന്ന് കൊടുക്കാം. then y of t എന്താണ്? y of t equal to t cube. okay, അപ്പോൾ പ്ലെയിനിൽ വരയ്ക്കുന്ന ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അതിന്റെ കൺവേർഷൻ വളരെ സിമ്പിൾ ആണ്. പാരാമെട്രിക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് y equal to 3x plus 4. ഇതൊരു ഇക്വേഷൻ ആണ് അല്ലേ? ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഏതാണ് ലൈന്? ദാറ്റ് ഈസ് എക്സ് 2 പോയിന്റ്. എങ്ങനെ ലൈൻ എന്ന് മനസ്സിലാക്കാം? എക്സിന്റെ ഡിഗ്രി പവർ 1 അല്ലെങ്കിൽ 0 ആണെങ്കിൽ അതെല്ലാം ലൈൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എക്സിന്റെ ഡിഗ്രി 1 ആണ് അല്ലേ? എക്സ് പവർ 1 ആണ്. അപ്പൊ എക്സിന്റെ പവർ കോൺസ്റ്റന്റ് y ഈക്വൽ ടു x0. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് പവർ 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് നമ്പറിന്റെയും നോൺ സീറോ നമ്പറിന്റെയും പവർ 0 ആണെങ്കിൽ അത് 1 ആണ് അല്ലേ? ദാറ്റ് ഈസ് y ഈക്വൽ ടു സം കോൺസ്റ്റന്റ് 1. ദാറ്റ് ഈസ് എക്സ് പവർ 0 എന്ന് പറയുന്ന 1. ദാറ്റ് ഈസ് y ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്താ? അതും ഒരു ലൈൻ ആണ്. അപ്പോൾ എക്സിന്റെ പവർ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ മാത്രമേ എന്തുള്ളൂ? നോൺ ലീനിയർ കർവ് വരുള്ളൂ, നോൺ ലീനിയർ ഫംഗ്ഷൻ വരുള്ളൂ. അപ്പൊ ഇതും എന്താണ്? ഒരു ലൈൻ ആണ്. ഈ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന് നമുക്ക് കർവ് പാരാമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ലൈൻ ആണോ അല്ലെങ്കിൽ കർവ് ആണോ അല്ലെങ്കിൽ പരാബോളയാണോ എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഈ കർവ് എന്താണ് എന്ന് പറയാം. y ഈക്വൽ ടു 3x plus 4. ഇത് ലൈൻ ആണ്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, കാരണം എക്സിന്റെ പവർ 1 ആണ്. നെക്സ്റ്റ് ലൈൻ ആണെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ലൈന് ഏതാ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 3 into 0 plus 4, that is y4. that is 0 4ലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ആണ്. ഏതാണ് 0 4? x0, that is 1 2 3 4. x0 y4. നെക്സ്റ്റ് വേണമെങ്കിൽ yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? that is 3x plus 4 equal to 0 കിട്ടും. that is 3x equal to minus 4 കിട്ടും. that is x equal to minus 4 by 3. that is 1 point something അല്ലേ? നെഗറ്റീവ് x നെഗറ്റീവ്, that is negative 4 by 3. that is ഈ ഒരു 1ന്റെ ഒരു ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും അല്ലേ? that is ഇതാണ് ലൈൻ. എന്നാലും സ്ട്രൈറ്റ് ലൈൻ ആണ്. പക്ഷെ പാരാമീറ്ററിലേക്ക് ഇക്വേഷൻ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ നമുക്ക് അത് കർവാണോ അല്ലെങ്കിൽ ലൈൻ ആണോ എന്ന് അറിയേണ്ടതില്ല. y ഈക്വൽ ടു 3x plus 4 ആണെങ്കിൽ ഇതിന്റെ എക്സിന് എക്സ് എന്ന വേരിയബിളിന് that is x of t ഈക്വൽ ടു t എന്ന് വിളിക്കാം. അതുപോലെ തന്നെ then y of t എന്തായിരിക്കും? x t ആണെങ്കിൽ y എന്തായിരിക്കും? 3t plus 4. 3t plus 4. അപ്പൊ ഏതൊരു കർവിനെയും 2D കിടക്കുന്ന 2 ഡയമെൻഷനിൽ കിടക്കുന്ന ഏതൊരു കർവിനെയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. വേരിയബിളിന് t എന്ന് കൊടുക്കുക. കറസ്പോണ്ടിങ് yക്ക് എന്ത് കൊടുക്കുക? xന് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് y കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്ലെയിനിൽ വരയ്ക്കുന്ന പാരാമെട്രിക് ഇക്വേഷൻ. ഇനി തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പിക്ചർ ഇവിടെ y ഈക്വൽ ടു t, y ഈക്വൽ ടു x ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് വരാം. y ഈക്വൽ ടു x ആണെങ്കിൽ that is y ഈക്വൽ ടു x ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത് x of t ഈക്വൽ ടു t എന്നും y of t ഈക്വൽ ടു t എന്നുമായിരുന്നു, കാരണം y ഈക്വൽ ടു x ആയതുകൊണ്ട്. ഇനി t ക്ക് നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ച് കൊടുക്കാം. t
t 0-ൽ നിന്ന് 1 വരെ വാരി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഏതൊക്കെ പോയിന്റ് വരാം t 0 വരുമ്പോൾ x equal to 0 y equal to 0. നെക്സ്റ്റ് t 0 മുതൽ 1 വരെ വാരി ചെയ്യുകയാണെങ്കിൽ x എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യും x 1 മുതൽ 0 മുതൽ 1 വരെ വാരി ചെയ്യും y യും 0 മുതൽ 1 വരെ വാരി ചെയ്യും. അപ്പോൾ നമ്മുടെ കർവ് എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ഈ ലൈൻ ഉണ്ടാവണമെന്നില്ല കാരണം x 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 0 എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് വരെ പോവുള്ളൂ 1 1 എന്ന പോയിന്റ് വരെ പോവുള്ളൂ. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഈ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ that is x of t equal to t y of t equal to t going from 0 to 1 ആണെങ്കിൽ നമ്മുടെ കർവ് ഇതാണ് ഈ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x of t equal to t y of t equal to t going from 0 to 1. നെക്സ്റ്റ് t going from -1 to 1 ആണെങ്കിലോ t going from -1 to 1 ആണെങ്കിൽ നമ്മുടെ കർവ് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുമ്പോൾ ടിക്ക് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടിയുടെ ഇനീഷ്യൽ പോയിന്റും അതുപോലെ തന്നെ ഫൈനൽ പോയിന്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എവിടം മുതൽ എവിടം വരെ പോകുന്നു എന്നത് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ എന്തായിരുന്നു y equal to x square. y equal to x square. നിങ്ങൾക്ക് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ x of t equal to t, y of t equal to t square and t going from 0 to 2 ആണെങ്കിൽ that is t starting from 0 to 2 ആണെങ്കിൽ എന്തായിരിക്കും ഇത് കംപ്ലീറ്റ് ഈ ഒരു പോർഷൻ ഉണ്ടാവുന്നില്ല കാരണം ഈ ഒരു പോർഷൻ ഉണ്ടാവില്ല കാരണം 0-ൽ നിന്നാണ് t സ്റ്റാർട്ട് ചെയ്യുന്നത്. t എന്താണ് x, t സ്ക്വയർ പറഞ്ഞാൽ y അല്ലേ ദാറ്റ് ഈസ് t 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4 വരെ ദാറ്റ് ഈസ് ഇത് 2 2 4 എന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണത് എവിടെ എൻഡ് ചെയ്യണത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ടിയുടെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഒരു സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ that is സർക്കിളിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം x square plus y square equal to r square. ശരിക്കും പ്ലെയിനിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എന്തല്ല ഫംഗ്ഷൻ അല്ല അല്ലെ ഒരു ഇമേജ് ആണ്. കാരണം ഫംഗ്ഷൻ വരക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അറ്റ്മോസ്റ്റ് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മാക്സിമം ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ടച്ച് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക y square equal to r square minus x square that is y equal to plus or minus root of r square minus x square. ഇവിടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ 2 ഫംഗ്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് മുകളിലത്തെ ഹാഫ് സർക്കിള്, രണ്ടാമത്തെ ഈ ഒരു ലോവർ പ്ലെയിനിലെ താഴത്തെ ഹാഫ് പോർഷനിലെ ഈ ഒരു ഹാഫ് സർക്കിൾ ദാറ്റ് ഈസ് ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് y equal to root of r square minus x square. നെക്സ്റ്റ് ഈ ഒരു സർക്കിളിന്റെ ഹാഫ് സർക്കിളിന്റെ ഇക്വേഷൻ ആണ് r equal to y equal to minus root of r square minus x square. ഓക്കെ, അപ്പോൾ ഇത് എന്തല്ല ഒരു ഫംഗ്ഷൻ അല്ല. 2 ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ അല്ല, 3 ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ ആണ്. എങ്ങനെ ഇതിന്റെ അപ്പോൾ 2 ഡയമെൻഷനിൽ കിടക്കുന്ന ഫംഗ്ഷനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാൻ പറ്റുക.
തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു 2 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ബോർഡിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതിലെ വാരിയബിളിന് എന്ത് കൊടുത്താൽ മതി, എക്സ് കൊടുത്താൽ മതി, കറസ്പോണ്ടിങ് വൈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ സർക്കിൾ എടുക്കുമ്പോൾ അത് 2 ഡയമെൻഷനിൽ അത് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് സർക്കിൾ അല്ലേ, ഇതാണ് സർക്കിൾ. ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ജനറലി ആർ സ്ക്വയർ എന്ന് എഴുതാം, റേഡിയസ് ആർ ആണെങ്കിൽ. ഓക്കെ, പക്ഷെ നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആർബിറ്ററി പോയിന്റ് ഞാൻ ഡിനോട്ട് ചെയ്തു, ദാറ്റ് ഈസ് എക്സ് വൈ. എന്താണ് എക്സ്? 0 ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഇങ്ങോട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വൈ. എല്ലാവർക്കും അറിയുന്ന ഒരു ഡാറ്റയാണ് ഇത്, എക്സും വൈയും. എന്താണ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് എന്താണ്? ഇനി പോളാർ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാലോ, ഈ ഒരു പോയിന്റിലേക്കുള്ള എന്താണ് പോളാർ കോർഡിനേറ്റ്? ആർ തീറ്റ. നെക്സ്റ്റ് എന്താണ് ആർ? 0യിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് ആണ് ആർ. തീറ്റയോ പോസിറ്റീവ് എക്സ് ആക്സും ഈ ഒരു ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ അല്ലേ? നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, S1 പഠിച്ചിട്ടുണ്ട്, S1 ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതാണ് ടി. ഓക്കെ, ഇനി നമുക്ക് ബൈ ട്രിഗണോമെട്രിക് റിസൾട്ട് എന്താണ് കോസ് ടി? കോസ് ടി ഈക്വൽ ടു adjacent side divided by hypotenuse, that is x divided by r. Next, sin t that is equal to opposite side divided by hypotenuse, that is r. From this x equal to r cos t and y equal to r sin t. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് r ആണെങ്കിൽ, ആ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഈക്വൽ ടു r cos t, y ഈക്വൽ ടു r sin t. ദാറ്റ് ഈസ് x ഓഫ് t. നമുക്ക് ജനറൽ ഫോമിൽ തന്നെ എഴുതാം. ദാറ്റ് ഈസ് x ഈക്വൽ ടു r cos t പറഞ്ഞു കഴിഞ്ഞാൽ r കോൺസ്റ്റന്റ് ആണ്. ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ റേഡിയസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് x ഓഫ് t ഈക്വൽ ടു r cos t, y ഓഫ് t ഈക്വൽ ടു r sin t. ഇനി യൂണിറ്റ് സർക്കിൾ ആണെങ്കിലോ നമുക്ക് ഇത് നോക്കി മനസ്സിലാവും. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ടി, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. അതുപോലെ തന്നെ വൈ സ്ക്വയർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ടി. നെക്സ്റ്റ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് r square sin square t അല്ലേ? ദാറ്റ് ഈസ് r square ഔട്ട്സൈഡ് എടുക്കാം, r square into cos square t plus sin square t. cos square t plus sin square, that is 1. that is x square plus y square equal to r square. ഓക്കെ, അപ്പോൾ റേഡിയസ് r ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഈക്വൽ ടു r cos t, y ഈക്വൽ ടു r sin t. നെക്സ്റ്റ് x equal to cos t, y equal to sin t. ഇതെന്താണ്? ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് x equal to x-നെയും y-നെയും സം ഫംഗ്ഷനിലേക്ക് മാറ്റിയത്, സം സിംഗിൾ ഫംഗ്ഷനിലേക്ക്, സിംഗിൾ പാരാമീറ്ററിലുള്ള ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റിയത്. ദാറ്റ് ഈസ് ദി പാരാമെട്രിക് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. നെക്സ്റ്റ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ നമുക്കറിയാം, x ഓഫ് t ഈക്വൽ ടു r cos t, നെക്സ്റ്റ് y ഓഫ് t ഈക്വൽ ടു r sin t ആണെങ്കിൽ r എന്താണോ അതാണ് റേഡിയസ്, ആ സർക്കിളിന്റെ റേഡിയസ്. therefore x ഈക്വൽ ടു cos t, y ഈക്വൽ ടു sin t എന്താണ്? യൂണിറ്റ് സർക്കിൾ ആണ് അല്ലെ? രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു cos സ്ക്വയർ t പ്ലസ് sin സ്ക്വയർ t, that's equal to 1. that is x square plus y square equal to 1. that is യൂണിറ്റ് സർക്കിൾ. അപ്പോൾ യൂണിറ്റ് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഈക്വൽ ടു cos t, y ഈക്വൽ ടു sin t. തൊട്ടു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇവിടെ t വാരി ചെയ്യുകയാണെങ്കിൽ, t 0 മുതൽ π/2 വരെ വാരി ചെയ്യുകയാണെങ്കിൽ അല്ലെ, ആംഗിൾ ആണ് t. ദാറ്റ് ഈസ് നമുക്ക് റേഡിയൻ മെഷർ എടുത്തു കഴിഞ്ഞാൽ 0 മുതൽ π/2 വരെ വാരി ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ്
x equal to cos t, y equal to sin t, where t going from 0 to pi by 2 നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, that is x equal to cos t, y equal to sin t, t going from 0 to pi by 2 ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ വരയ്ക്കുക? that is യൂണിറ്റ് സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഭാഗം മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ടി എവിടെ, ടി ആംഗിൾ ആണ്, ടി 0 മുതൽ പൈ ബൈ 2 വരെ വാരി ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ട്രേസ് ചെയ്യാം. ഇനി x equal to cos t, y equal to sin t, t going from minus pi by 2 to pi by 2 ആണെങ്കിലോ? എന്താണ് മൈനസ് പൈ ബൈ 2? നമുക്ക് ആംഗിള് നമ്മൾ രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം അല്ലെ? ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മെഷർ ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മെഷർ ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കും അല്ലെ? ആംഗിൾ നെഗറ്റീവ് ആക്കി എടുക്കും. ദാറ്റ് ഈസ് മൈനസ് പൈ ബൈ 2. ഇതാണ് മൈനസ് പൈ ബൈ 2 അല്ലെ? ഈ ഒരു ആംഗിൾ ആണ് മൈനസ് പൈ ബൈ 2. ദാറ്റ് ഈസ് മൈനസ് പൈ ബൈ 2. ഈ ഒരു മെഷർമെന്റ് ആണ്, പോസിറ്റീവ് മെഷർമെന്റ് ആണ്, ദാറ്റ് ഈസ് പൈ ബൈ 2. അപ്പൊ ഈ ഒരു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 വരെയാണെങ്കിലോ? ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ പിക്ചർ അല്ലെ? മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഇനി 3 ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ, ഇതെല്ലാം നമുക്ക് 2 ഡയമെൻഷനിലായിരുന്നു നമ്മൾ വരച്ചത് അല്ലെ? 2 ഡയമെൻഷനിലാണ് നമ്മൾ വരച്ചത്. 2 ഡയമെൻഷനിലാണെങ്കിൽ അവിടെ x ഈക്വൽ ടു y ഈക്വൽ ടു രണ്ട് ഡാറ്റ മാത്രമേ ഉള്ളൂ, എക്സും വൈയും കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി 3 ഡയമെൻഷൻ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. 3 ഡയമെൻഷന്റെ കേസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? ബോർഡിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷനും, അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേസ് ചെയ്യാൻ പറ്റും. ബോർഡിൽ വരയ്ക്കുന്ന ഏതൊരു ഫംഗ്ഷനെയും വളരെ സിമ്പിൾ ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. That is y equal to some x square plus 3x plus 5. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്, that is x of t equal to t. ബോർഡിൽ വരയ്ക്കുന്ന y ഈക്വൽ ടു വൈയും എക്സും മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ എക്സിനെ വേരിയബിളും വൈനെ ഫംഗ്ഷൻ ആക്കി എടുക്കാം. അപ്പൊ ആ ഒരു കേസിൽ എക്സിനെ എപ്പോഴും ടി വിളിക്കാം, കറസ്പോണ്ട് y വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് y ഈക്വൽ ടു y ഓഫ് t ഈക്വൽ ടു t സ്ക്വയർ പ്ലസ് 3t പ്ലസ് 5. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ x ഓഫ് t ഈക്വൽ ടു, ദാറ്റ് ഈസ് സർക്കിൾ, x ഓഫ് t ഈക്വൽ ടു r cos t, y ഓഫ് t ഈക്വൽ ടു r sin t. ഇനി എലിപ്സ് ആണെങ്കിലോ? എന്താണ് സർക്കിളും എലിപ്സും തമ്മിലുള്ള വ്യത്യാസം? സർക്കിൾ എല്ലാ, ദാറ്റ് ഈസ് സെന്ററിൽ നിന്ന് സെയിം ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർക്കിൾ കിട്ടും അല്ലെ? സെന്ററിൽ നിന്ന് ഒരു ഈക്വൽ, ഒരു സ്പെസിഫിക് കോൺസ്റ്റന്റ് ഉള്ള ലെങ്തിലുള്ള റേഡിയസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. പക്ഷെ എലിപ്സ് എങ്ങനെയായിരിക്കും? സെയിം ആവുന്നില്ല അല്ലെ? ദാറ്റ് ഈസ് ഈ ഒരു ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റും സെയിം ആയിരിക്കും, വൈ ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റും സെയിം ആയിരിക്കും. അപ്പൊ ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, എലിപ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ ആർ ഈക്വൽ ആവണമെന്നില്ല അല്ലെ? ഈ ഒരു പോയിന്റും ഈക്വൽ ആവണമെന്നില്ല. ദാറ്റ് ഈസ് എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു സം എ കോസ് ടി ആൻഡ് വൈ ഓഫ് ടി ഈക്വൽ ടു ബി സൈൻ ടി. ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ അല്ലാത്ത കേസ് ആണ് എലിപ്സ് വരിക. സർക്കിൾ ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ബി സൈൻ ടി. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, ഇങ്ങനെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ തന്നു, എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി അല്ലെങ്കിൽ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു 2 സൈൻ ടി. ഇതെന്താണ്? എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഒരു പാരാമെട്രിക് ഇക്വേഷൻ എപ്പോഴും ഏത് ഫോമിലായിരിക്കും? സം എക്സ് ഓഫ് ടി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി. ഞാൻ ഇങ്ങനത്തെ എഴുതാൻ പോവാം. സം ഫംഗ്ഷൻ ഓഫ് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൈ ഓഫ് ടി ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കും, സം ജി ഓഫ് ടി. ആൻഡ് ഇനി 3 ഡയമെൻഷൻ ആണെങ്കിലോ z ഓഫ് ടി ഈക്വൽ ടു സം എച്ച് ഓഫ് ടി അല്ലെ? ഇങ്ങനെ ആയിരിക്കും എപ്പോഴും പാരാമെട്രിക് ഇക്വേഷൻ.
ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എക്സിനെ സം ഫംഗ്ഷൻ ഓഫ് ടിയിലേക്ക് മാറ്റിയതും വൈനെ അനദർ ഫംഗ്ഷൻ ഓഫ് ടിയിലേക്ക് മാറ്റിയതും അതുപോലെ തന്നെ സെഡിനെ സെഡ് ഉണ്ടെങ്കിൽ 3 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ സെഡും കൂടി മൂന്നാമത്തെ ഒരു വേരിയബിളും കൂടി വരും. അങ്ങനത്തെ കേസിൽ സെഡിനെ സം അനദർ ഫംഗ്ഷൻ ഓഫ് ടിയിലേക്ക് മാറ്റിയത് അല്ലേ. ദാറ്റ് ഈസ് 3 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ 3 ഫംഗ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. 2 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ 2 ഫംഗ്ഷൻ x ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി, y ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ഓഫ് ടി ദാറ്റ് ഈസ് g ഓഫ് ടി. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. ഇനി രണ്ടാമത്തേത് എന്താണ്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആ കർവിന്റെ വെക്റ്റർ വാല്യൂഡ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കറിയാം എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി, y of t equal to t square, then vector valued function r of t equal to, that is position vector എന്നാണ് പറയാ ഓരോ പോയിന്റിലെയും ഉള്ള പൊസിഷൻ, that is r of t equal to എങ്ങനെ എഴുതാം? x of t I plus y of t j. അഥവാ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഫംഗ്ഷനെ ഐ ജെ കെ സെഡിന്റെ സെഡ് കോർഡിനേറ്റ് കൂടി ഉണ്ടെങ്കിൽ അവിടെ കെയുടെ കമ്പോണന്റ് ആയി കൂടി അതിനെഴുതും. അപ്പൊ ഇവിടെ ഈ ഒരു ഫംഗ്ഷന്റെ t ഈക്വൽ ടു -2 to 2 ആണെങ്കിൽ ഇവിടെ ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്? സം r of t ഈക്വൽ ടു എന്താണ്? x of t that is ti plus t square j. ഇനി സർക്കിൾ ആണെങ്കിലോ നമുക്ക് യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ റേഡിയസ് 1 ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ r ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ നമ്മൾ എഴുതാൻ പോണത് x of t r of t ഈക്വൽ ടു എന്താണ്? യൂണിറ്റ് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ അറിയണം എന്ത്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതുക എപ്പോഴും r of t ഈക്വൽ ടു എന്താണ്? x of t, എന്താണ് y of t, ഇനി മൂന്നാമത്തെ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ എന്താണ് z of t, അതെല്ലാം ആഡ് ചെയ്ത് പക്ഷെ അതിന്റെ കൂടെ ഐ ജെ കെ കമ്പോണന്റ് കൂടി ഗുണിച്ച് ചേർത്തിയിട്ട് ആഡ് ചെയ്ത് എഴുതും. ദാറ്റ് ഈസ് ഇവിടെ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ നമുക്കറിയാം x of t എന്താണ്? x of t ഈക്വൽ ടു cos t ആണ്, y of t ഈക്വൽ ടു sin t ആണ്, then r of t എന്തായിരിക്കും? cos t I plus sin t j. എഴുതുമ്പോൾ എപ്പോഴും ഐയുടെ കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും? x of t ആയിരിക്കും. ഐയുടെ കൂടെ എഴുതുന്നത് എപ്പോഴും x of t ആയിരിക്കും. ജെയുടെ കൂടെ എഴുതാൻ പോണത് എപ്പോഴും y of t ആയിരിക്കും. അതുപോലെ തന്നെ കെയുടെ കൂടെ എഴുതുന്നത് എപ്പോഴും എന്തായിരിക്കും? z of t ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ, എന്താണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. 2 ഡയമെൻഷനിലുള്ള വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷൻ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.